എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു കൂട്ടം വില്ലന്മാര് ഇപ്പോ അപ്പാപ്പന്റെ മുൻപിലേക്ക് ഓടി അടുക്കുകയാണ്. ആ മെയിൻ ഹാളിലേക്ക് ഇവറ്റകൾ പോയാൽ അത് വലിയ അപകടമാണ്. സോ കൗമട്സുവും അപ്പാപ്പനും രണ്ടുപേരും ആയുധങ്ങളൊക്കെ എടുത്ത് അവരെ തടയാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് സോറോ, അവനാണെങ്കിൽ കിങ്ങുമായിട്ട് ഫൈറ്റ്. ഇവിടെ സാഞ്ചി അവൻ ക്വീനുമായിട്ടും പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സൈബോർ ഫ്രാങ്കി, അവനാണെങ്കിൽ ഇപ്പൊ സസക്കയെ അറഞ്ച പൊറഞ്ച തല്ലി മൊത്തത്തിൽ തകർത്ത് നോക്കൌട്ട് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് ആ ചോട്ടാ മോട്ടോ വില്ലന്മാര് അവര് വിളിച്ചു പറയും, നമ്മുടെ ക്യാപ്റ്റനെ അവൻ തകർത്തു, ഒരു കാരണവശാലും നമ്മൾ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഫ്രാങ്കിയെ റൗണ്ട് ചെയ്യാണ്. ഫ്രാങ്കിയുടെ റൈറ്റ് ഹാൻഡ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവാതെ അവനാണെങ്കിൽ അതെങ്ങനെയെങ്കിലും വർക്ക് ആക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ലോ അവൻ ഫ്രാങ്കിയുടെ സഹായത്തിന് വേണ്ടി അവിടേക്ക് ചാടി വീഴുക. ആണെങ്കിൽ ആ വില്ലന്മാരെ എല്ലാവരെയും അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അസിസ്റ്റൻസ് ആണെങ്കിൽ ക്യാഷ്ലായിട്ട് ഫ്രാങ്കിയോട് പറയും, നീ ആകെപ്പാടെ ഒരു ടൊബ്രപ്പോയാണ് തകർത്ത് കളഞ്ഞത്, ഞങ്ങളെപ്പോലെ നിനക്ക് വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല, സോ തൽക്കാലം നീ ഒരു മൂലയ്ക്ക് പോയിരുന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറയും. ഫ്രാങ്കിക്കാണെങ്കിൽ അവന് ദേഷ്യം കൂടി വരും, പക്ഷെ എല്ലാവരും ഇപ്പോൾ ഒരു ടീമായതുകൊണ്ട് തന്നെ അവനെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കും. മറ്റൊരു ഭാഗത്ത് വയലറ്റ് പെണ്ണും ഉസോപ്പും നാമിയും അവരെല്ലാവരും കുതിരപ്പെണ്ണിന്റെ ദേഹത്ത് കയറി ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ക്ലൗഡിനാണെങ്കിൽ ഇപ്പോ ഫൈറ്റ് ചെയ്ത് അവൻ തളർന്നു കഴിഞ്ഞു. അവൻ പതിയെ സ്റ്റിക്കിനകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിൽ ഒരു മുതലവായൻ അവൻ അങ്ങനെ ടെററായിട്ട് വന്ന് നിൽക്കുക. കുതിരപ്പെണ്ണാണെങ്കിൽ അതിനെ കണ്ട് സ്പീഡ് കൂട്ടി അങ്ങനെ എടുത്ത് ചാടുകയാണ്. ഉസോപ്പാണെങ്കിൽ ആ ഒരു ചാട്ടത്തിൽ അങ്ങനെ തെറിച്ച് ആ മുതലയുടെ ദേഹത്തേക്ക് വീഴും. നാമിയും ടീമും ആണെങ്കിൽ ഉസോപ്പിനെ നോക്കും. അവര് കരുതും അവരെ സേവ് ചെയ്യാനായിട്ട് ഉസോപ്പ് അവൻ അറിഞ്ഞുകൊണ്ട് ആ മുതലയുടെ ദേഹത്തേക്ക് ചാടിയതാന്ന്. ഉസോപ്പ്, നീ സൂപ്പറാണ്, തീർച്ചയായിട്ടും നിനക്കതിനെ തകർക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവർ കട്ട സപ്പോർട്ട് കൊടുത്ത് മുൻപോട്ടേക്ക് അങ്ങനെ പാഞ്ഞു പോവും. ഉസോപ്പ് ആണെങ്കിൽ നിലവിളിച്ച് കരയും. അതേസമയം ഇവിടെ യൂസ്റ്റസ് കിഡും ലോയും അവർ രണ്ടുപേരും ചേർന്ന് ബിഗ് മോമിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബിഗ് മോം അവരാണെങ്കിൽ അവരുടെ ലൈറ്റിംഗ് പവറൊക്കെ വെച്ച് ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഉസോപ്പിനെ റൗണ്ട് ചെയ്ത് ഒരുപാട് വില്ലന്മാർ കടന്നു വരുമ്പോഴായിരിക്കും ബിഗ് മോം തൊട്ടപ്പുറത്ത് നിന്ന് ആ കളർ ഓഫ് ഹോക്കി പവർ അത് യൂസ് ചെയ്യുക. അതിന്റെ എഫക്റ്റിൽ ഇതിന് ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാർ ഒന്നൊന്നായിട്ട് താഴേക്ക് വീഴുകയാണ്. അവർ കരുതും ഉസോപ്പാണ് ആ ഒരു പവർ യൂസ് ചെയ്തതെന്ന്. ഉസോപ്പിനാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. അതെ, ഞാൻ തന്നെയാണ് ഈ ഒരു കളർ ഓഫ് സുപ്രീം പവർ അത് ഉപയോഗിച്ചത്. അല്പസമയം മുൻപാണ് അത് ഉപയോഗിച്ച് 2 ടൊബ്രോപ്പോസിനെ ഞാൻ തകർത്ത് കളഞ്ഞത്, ആൾട്ടിയെയും പേജ് 1നെയും. എനിക്കൊരു ഇരയല്ല, സോ മര്യാദയ്ക്ക് മരിക്കേണ്ടെങ്കിൽ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഉസോപ്പാണെങ്കിൽ ആ മുതലയുടെ തലയിൽ പോയിരിക്കും. അവരെല്ലാവരും പേടിച്ച് ഇതിന് മുൻപിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബിഗ് മോമിനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ നല്ല ആഗ്രഹം, പക്ഷേ ഇവിടെ നമ്മുടെ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ എന്തൊക്കെയോ ചില വയ്യായ്മകളൊക്കെ തോന്നുകയാണ്. നെഞ്ചിൽ എന്തോ ഒരു പെയിൻ പോലെ. ലോ ആണെങ്കിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിനെ ബൂസ്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല, എത്രയും വേഗം ആക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവര് വീണ്ടും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ വയലറ്റ് പെണ്ണ് ആണെങ്കിൽ ബിഗ് മോമിന്റെ ആ സുപ്രീം പവർ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അതിന് ആ കുതിരപ്പെണ്ണ് പറയും അത് ബിഗ് മോമിന്റെ പവറാണ്, കളർ ഓഫ് സുപ്രീം പവർ, അതിന്റെ റിഫ്ലക്ഷനാണ് ഈ ഫ്ലോർ മുഴുവൻ ഏൽക്കുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും. അതിന് അവള് പറയും, കഷ്ടിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു, അവിടുത്തെ അവസ്ഥ അത് ഓക്കെ ആണോ? ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്തു പറയും, ഇവിടെയും ഞാൻ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുകയാണ്, ഇനി ഒരുപാട് നേരം എന്നെ കൊണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ തൽക്കാലത്തേക്ക് ലോഡ് അസിസ്റ്റൻസ് അവരിവിടേക്ക് എത്തിയിട്ടുണ്ട്. നീ ലൂഫിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, മൊമൻഡോസ്കി ലൂഫി സേഫ് ആണെന്നാണ് പറഞ്ഞത്. സോ എത്രയും വേഗം എല്ലാ കാര്യങ്ങളും തീർത്ത് നമുക്ക് പെർഫോമൻസ് ഹാളിൽ അവിടെ ഒന്നിക്കാം, അതിനുശേഷം ബാക്കിയുള്ള നീക്കങ്ങൾ അത് ആരംഭിക്കാം. അങ്ങനെ സീൻ കട്ട് ചെയ്ത് കാസ്റ്റിലിന്റെ 3rd ഫ്ലോർ കാണിക്കും. അവിടെ ബ്രൂക്ക് ആണെങ്കിൽ ഇവനെ തൂക്കിയെടുത്ത് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. പക്ഷേ ആ കാസ്റ്റിലിന്റെ ഓരോ ഭാഗവും കത്തി എരിയുന്നത് കൊണ്ട് തന്നെ അവന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കിട്ടില്ല. ബ്രൂക്ക് ആണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ പുറകിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറി. അവനാണെങ്കിൽ ഉഷാറായിട്ട് അവളുമായിട്ട് മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും ഒരു മിൻസ് അവിടേക്ക് കടന്നു വരിക. ബ്രൂക്ക്, നിങ്ങൾ ഓക്കെ ആണോ? അതിനവൻ പറയും, നീ ഇത് കാണുന്നില്ലേ, ഇവിടെ മുഴുവൻ തീ കത്തി ഏരിയയാണ്, എത്രയും വേഗം ഇവിടെ സേഫ് ആക്കി ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ജിംബയാണെങ്കിൽ ആ ചോട്ടാ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അപ്പോഴായിരിക്കും ബ്രൂക്ക് കോണ്ടാക്ട് ചെയ്ത് ഇവിടെ ദേഷ്യപ്പെട്ട് പറയാ, നിങ്ങൾ എത്രയും വേഗം 3rd ഫ്ലോറിലേക്ക് വരണം, എനിക്ക് നിങ്ങളുടെ സഹായം അത് അത്യാവശ്യമാണ്. ജിംബയാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പൊ കൈഡോ, അവന്റെ കൂടെ ആരാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ കൈഡോയും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും ഇപ്പോഴും നിർത്താതെ പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഡോക്ക് ഇങ്ങനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് നേരം
ആ ജാക്കുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പൊ തളർന്നിരിക്കുകയാണ്. അവൻ ഓൾറെഡി ഡോറിന്റെ അകത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ ആ ഫുൾ മൂൺ കാണാനായിട്ട് കഴിയില്ല. ഫുൾ മൂൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്കിങ്ങിന് സുലോങ് ആയിട്ട് മാറാൻ കഴിയൂ. ജാക്കിന് അവനാണെങ്കിൽ ഇത് ശരിക്കും ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫുൾ മൂൺ ഇല്ലാത്തതുകൊണ്ട് സുലോങ് ആയി മാറാൻ കഴിയുന്നില്ല അല്ലേ? നിന്റെ സുലോങ് പവർ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപയോഗിച്ചാലും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഓൾറെഡി എന്നെ കബളിപ്പിച്ചു. ആ റൈസോയെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവസാന നിമിഷം വരെ ആ കാര്യം നീ എന്നോട് പറഞ്ഞില്ല. ഇവിടെ ടോക്കിങ്ങിനാണെങ്കിൽ സെക്കൻഡ് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ജാക്കും അവന്റെ ആൾക്കാരും ആ സോ ഐലാൻഡിലേക്ക് വന്നതും അവിടെയുള്ളവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തതും ആ പോയിസൺ ഗ്യാസ് ഉപയോഗിച്ച് എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചതും ഡോക്കിങ്ങിന്റെയും കാറ്റ് കിങ്ങിന്റെയും കൈയും കാലും വെട്ടിയെടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ആലോചിച്ച് അങ്ങനെ ടെററായിട്ട് നിൽക്കും. ഡോക്കിംഗ് ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഒറ്റ കൊടുക്കില്ല. നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ ചീറ്റിംഗ് മെത്തേഡോ അല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. അതിൽ കൺട്രോൾ പോയാൽ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഡോക്കിങ് അത് ടെററായിട്ട് ബ്ലോക്ക് ചെയ്യാണ്. നീ എന്ത് കരുതി പഴയതുപോലെ പവറില്ലാത്ത വെറും ഒരു ഡോഗാണ് ഞാനെന്നോ? നഷ്ടമായത് മുതൽ ഞങ്ങൾ ട്രെയിനിങ് എടുക്കുകയാണ്. ട്രെയിനിങ് എടുത്തും പ്രാക്ടീസ് ചെയ്തും ഞങ്ങളിപ്പോൾ പവർഫുൾ ആണ്. ഞങ്ങളെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. ഓടന്റെ ആ ഒരു നല്ല ഭരണകാലം തീർച്ചയായിട്ടും വാനോക്കിന്റെ തിരെ കിട്ടുമെന്ന് പറഞ്ഞ് ഡോക്കിങ് അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. ആണെങ്കിൽ കറങ്ങിപ്പോയി ആ ചുമരൊക്കെ തകർത്ത് പുറത്തേക്ക് അടിച്ചു വീഴാണ്. അടുത്ത നിമിഷം ഡോക്കിങ് അവനങ്ങനെ ടെററായ ശബ്ദത്തിൽ അവന്റെ അടുത്തേക്ക് കടന്നു വരും. ജാക്കാണെങ്കിൽ പതിയെ തലയുയർത്തി നോക്കും. അപ്പൊ അവൻ കാണും സുലോങ് ആയിട്ട് മാറിയ ഡോക്കിങ്ങിനെ. ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൻ വണ്ടറടിച്ച് മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും ആ മേൽക്കൂര മുഴുവനായിട്ടും തകർന്നിരിക്കുകയാണ്. അതിലൂടെ ഫുൾ മൂണിനെ കറക്റ്റായിട്ട് ഡോക്കിങ്ങിന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത നിമിഷം ഡോക്കിങ് അവൻ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാറ്റ് കിങ് ആണെങ്കിൽ ടെക്നിക്ക് ഉപയോഗിച്ച് ആഞ്ഞടിച്ച് പരസ്പരമേ ഒരു ഭാഗത്ത് അങ്ങനെ ചവിട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഇപ്പോഴും അവന്റെ ജീവനുണ്ട്. സിസിലിയൻ ആണെങ്കിൽ വാണ്ടയ്ക്കും ക്യാരറ്റിനും അവർക്ക് രണ്ടുപേർക്കും ഹെൽപ്പ് കൊടുക്കും. ആയിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ അവർക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും അവരുടെ ജീവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോഴും സേഫാണ്. കാറ്റ് കിങ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരോട് എല്ലാവരോടും നന്ദി പറയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു അല്പസമയം റെസ്റ്റ് എടുക്കാനും ബാക്കിയുള്ള ഫൈറ്റൊക്കെ നടത്താനും കഴിഞ്ഞത്. പെട്രോയ്ക്ക് വേണ്ടി അവന് വേണ്ടി തീർച്ചയായിട്ടും ഇവനെ ഞാൻ തന്നെ കൊല്ലും. ആക്ച്വലി പെട്രോ കാരണമാണ് ലൂഫിയൻ ടീമിന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത്. പെട്രോയുടെ ജീവനെടുത്ത ഇവനെ തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇല്ലാതാക്കും. അത് കേട്ട് പരസ്പരമാണെങ്കിൽ ചാടി എഴുന്നേക്കും. ഓ നോ, നിങ്ങളോട് ഞാൻ ഒരു തവണ പറഞ്ഞു ഞാനല്ല നിങ്ങളുടെ പെട്രോയെ കൊന്നതെന്ന്. അവൻ തന്നെ സൂയിസൈഡ് ചെയ്തതാണ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ നൈസായിട്ട് രക്ഷപ്പെട്ടു. ആ ഒരു അറ്റാക്കിൽ അവൻ പെട്ടുപോയി. ഇതിൽ റിവഞ്ച് എടുക്കേണ്ടത് നിങ്ങളാരുമല്ല, ഞാനാണ്. എനിക്ക് ആ ഒരു അറ്റാക്കിൽ എൻ്റെ കൈയാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അവൻ തലയ്ക്ക് കൈ കൊടുക്കും. പക്ഷെ കാറ്റ് കിങ് അവൻ ടെററായി പെസ്പെറോയെ നോക്കി. അതിനുശേഷം ആ ഫുൾ മൂണിനെ നോക്കുകയാണ്. അവൻ ഫുൾ മൂണിനെ നോക്കേണ്ട താമസം അവൻ ഞൊട്ടിയ ഇടയിൽ ഇപ്പൊ സുലോങ് ആയിട്ട് മാറും. പരസ്പരം ആണെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ട് പേടിച്ച് വിറയ്ക്കാണ്. കാറ്റ് കിങ് ആണെങ്കിൽ അവനോട് പറയും, ഇങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ അത് നീ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇനി കാണാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനെ അങ്ങനെ തല്ലി കൊല്ലും. മറ്റൊരു ഭാഗത്ത് ഫുക്ര കോജിയും പരസ്പരവും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടുകെട്ടിയ ബഹളം. ഫുക്ര കോജി ആണെങ്കിൽ അവന്റെ ചെവി ഉപയോഗിച്ചായിരിക്കും അറ്റാക്ക് ചെയ്യുക. ഓ നോ, 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും വെറുതെ ആവശ്യമില്ലാതെയാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യണേ. ആ മൊമന്റോസ്കെ പോലെ ഒരു പൊടി പയ്യന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ? സത്യത്തിൽ നിങ്ങളും ഗോസ്റ്റുകളാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ റൈസോയെ ഇൻസൾട്ട് ചെയ്യും. അതിന് റൈസോ ടെററായിട്ട് പറയും മൊമന്റോസ്കി അവനൊരു പൊടി പയ്യനായിരിക്കും. 20 വർഷങ്ങൾക്ക് ശേഷവും അവൻ ടൈം ട്രാവൽ ചെയ്താണ് ഇവിടേക്ക് എത്തിയത്. സോ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട് ട്രെയിൻ ചെയ്യാനും പവർഫുള്ളായി മാറാനും. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവനെ കഴിഞ്ഞും അവന്റെ കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രെയിൻ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ നിസ്സാരക്കാരനല്ല. അവൻ ഓടന്റെ മകനാണ്. അവന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇതാ ഇപ്പൊ ലൂഫിയെയും അവിടെ ഉണ്ടായിരുന്ന ലോഡ് അസിസ്റ്റൻസിനെയും കരീബുവിനെ ഒക്കെ കാണിക്കും. കാരണം അവരുടെ തൊട്ടു മുൻപില് സാക്ഷാൽ കൈഡോ തന്നെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ലൂഫിക്ക് ഉണ്ടപ്പെണ്ണിന് നന്നായിട്ട് അറിയാം അത് കൈഡോ അല്ലാന്ന്, മറിച്ച് മൊമന്റോസ്കി ആണെന്ന്. പക്ഷെ അവന്റെ ശരീരം അതങ്ങനെ ഇത്രയും വലുതായി ക്രിയേറ്റ് ചെയ്യും പോലെ ഇത്രയും വലിയൊരു ഡ്രാഗണെ എങ്ങനെ അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു? അതിന് ഉണ്ടപ്പെണ്ണ് കരഞ്ഞുകൊണ്ട് പറയും, ഞാനാണ് അവനെ ആക്കിയത്. അവനിപ്പോൾ 28 വയസ്സുണ്ട്. സോ ആ ഒരു ലെവലിൽ അവൻ ഡ്രാഗണായി മാറിയപ്പോൾ കുറച്ചുകൂടെ മെച്യൂർ ഡ്രാഗണായിട്ടാണ് ഇപ്പോൾ ഫോം ചെയ്തത്. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്നെ ഫ്ലൈ ചെയ്ത് മുകളിൽ എത്തിക്കാനായിട്ട് കഴിയൂ. അത് കേൾക്കുമ്പോൾ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും അഭിമാനവും
തോന്നും. പക്ഷെ ഉണ്ടപ്പെണ്ണാണെങ്കിൽ നിർത്താതെ കരയും. ആക്ച്വലി ഉണ്ടപ്പെണ്ണിനാണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കിയെ കാണുമ്പോൾ ഓടനെ ആയിരിക്കും ഓർമ്മ വരിക. അതുകൊണ്ടാണ് അവൾ പൊട്ടിക്കരയുന്നത്. ഇവിടെ ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയോട് ചോദിക്കും, മൊമന്റോസ്കി ടാനോക്കിനെ തിരികെ പിടിക്കാൻ തയ്യാറാണോ? അതിനവൻ തയ്യാറാണെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.